അവളും ഉണ്ടാകും ഇതിൻ്റെ പിന്നിൽ. ഞാൻ വിളിച്ചിട്ട് വരാം. കൗസല്യ ചാടിത്തുള്ളി അകത്തേക്ക് നടന്നു. കാശിക്കും വല്ലാതെ ആയിപ്പോയി. ഭൂമിയുടെ എല്ലാ പ്രശ്നവും തീർത്ത് ശത്രുതയും തീർത്താൽ എളുപ്പമാകുമെന്ന് കരുതിയ കാര്യം കൂടുതൽ പ്രശ്നത്തിലേക്കാണ് പോകുന്നതെന്ന് അവനും തോന്നി. വന്നവരെല്ലാം പരസ്പരം അന്താളിപ്പോടെ നോക്കിപ്പോയി. കൗസല്യ നേരെ പോയത് കൃഷ്ണൻ്റെ റൂമിലേക്കാണ്. അയാൾ വെരുകിനെ പോലെ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. രേണുകൊരക്ഷരം മിണ്ടാതെ ബെഡിലിരിക്കുന്നുണ്ട്. നാണമുണ്ടോ നിനക്ക്? അറിഞ്ഞോ നീ? നിന്റെ മോളെ നിന്നെ വീണ്ടും ചതിച്ചു. അവനെ ശുശ്രൂഷിച്ച് ഭ്രാന്ത് മാറ്റി. ഇപ്പോൾ അവർ വന്നത് എന്തിനാണെന്നറിയണോ? ഉള്ള കെട്ടുബന്ധം പോരാഞ്ഞിട്ട് ആ ചെക്കന് വേണ്ടി നിന്റെ മോളെ പെണ്ണും ചോദിച്ചു വന്നിരിക്കുന്നു അവറ്റകൾ. കൗസല്യയുടെ വാക്കുകൾ കേട്ടതും രേണുക ഞെട്ടലോടെ കൃഷ്ണനെ നോക്കി. കൃഷ്ണൻ്റെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. മുന്നും പിന്നും ചിന്തിക്കാതെ എന്നത്തെയും പോലെ ചേച്ചിയുടെ വാക്കും കേട്ട് ദുർഗയെ വിളിച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് ധൃതിയിൽ നടന്നു. അച്ഛൻ്റെ അട്ടഹാസം കേട്ട് ഞെട്ടി എഴുന്നേൽക്കാൻ നിന്നപ്പോഴേക്കും കൃഷ്ണൻ അവളുടെ റൂമിലേക്ക് എത്തിയിരുന്നു. അയാൾ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ അവളുടെ മുടിക്കുത്തിൽ പിടിച്ചുയർത്തി ഇരു കവിളിലും ആഞ്ഞടിച്ചു. രേണുക പിടിച്ചു മാറ്റാൻ നോക്കിയിട്ട് അവൾക്ക് സാധിക്കുന്നില്ല. ദുർഗയുടെ ചുണ്ടുകൾ പൊട്ടി രക്തം ഒലിച്ചിറങ്ങി. അച്ഛാ അച്ഛാ, അവൾ അയാളുടെ കൈ പിടിച്ച് കെഞ്ചുന്നുണ്ട്. എന്നാൽ കോപം കൊണ്ട് ഭ്രാന്തനായ അയാൾ അവളെ വലിച്ച് സ്റ്റെയർകേഴ്സ് ഓരോന്നായി ഇറങ്ങി. അവളെ കാശിയുടെ കാലിൽ ചുവട്ടിലേക്ക് വലിച്ചിട്ടു. ലിവിംഗ് റൂമിലിരുന്നവരെല്ലാം ഞെട്ടലോടെ എഴുന്നേറ്റ് പോയി. ഇവളുടെ ആവശ്യം ഇനി ഇവിടെയില്ല, കൊണ്ടുപോ. ആദ്യം നിന്റെ സഹോദരൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ഇപ്പോൾ അച്ഛനോട് വിശ്വാസവഞ്ചന ചെയ്ത് ഇനി ഇവളെ എവിടെ വേണ്ട കൊണ്ടുപോകാൻ. കൃഷ്ണൻ അട്ടഹസിച്ചുകൊണ്ട് പറയുകയാണ്. അങ്കിൾ, ഇങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പ്ലീസ് ഈ ഡോക്യുമെൻ്റ് വാങ്ങി ഞങ്ങൾക്ക് മാപ്പ് തരൂ. നമ്മുടെ ശത്രുത അത് ആദ്യം അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്ലീസ് അവളെ തെറ്റിദ്ധരിക്കല്ലേ. കാശി ദുർഗയുടെ അവസ്ഥ കണ്ട് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. കൃഷ്ണൻ മറുപടിയൊന്നും പറയാതെ അവളെ വലിച്ചെഴുന്നേൽപ്പിച്ച് ഞാൻ തന്നെ പുറത്താക്കിക്കൊള്ളാം. അയാൾ അതും പറഞ്ഞ് അവളെയും വലിച്ച് സിറ്റ് ഔട്ടിലേക്ക് നടന്നു. അയ്യോ എൻ്റെ കുഞ്ഞ്. കൃഷ്ണേട്ട, എന്തൊക്കെയായി കാണിക്കുന്നത്? ഭ്രാന്തായോ നിങ്ങൾക്ക്? എൻ്റെ കുട്ടി. രേണുക ആർത്ത് കരഞ്ഞുകൊണ്ട് അയാൾക്ക് പിറകെ ഓടുന്നുണ്ട്. കണ്ടുനിന്നവരെല്ലാം അയാളെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. കാശിയും അയാളുടെ പിറകെ ഓടി. കൃഷ്ണൻ മുന്നിൽ കണ്ട കാറിൻ്റെ ഡോർ തുറന്ന് അതിലേക്ക് അവളെ തള്ളിക്കയറ്റി ഡോർ വലിച്ചടച്ചു. ദുർഗയുടെ നെറ്റിയിൽ നിന്നും ചുണ്ടിൽ നിന്നുമെല്ലാം രക്തമൊഴുകുന്നുണ്ടായിരുന്നു. അതൊന്നും കോപത്തിൻ്റെ ഉന്നതിയിലെത്തിയ കൃഷ്ണൻ്റെ കണ്ണിൽ കാണുന്നില്ലായിരുന്നു. സുനന്ദ വേഗം അവളുടെ കൂടെ കയറിയിരുന്നു. അവളെ ചേർത്തു പിടിച്ചു. എല്ലാവർക്കും പോകാം. ഒരെണ്ണം ഇവിടെ നിൽക്കണ്ട. ഇനിയും ഇവിടെ നിന്നാൽ ദുർഗയുടെ ശവം ഇവിടെ കാണും. കൃഷ്ണൻ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. രേണുക തലക്ക് കയ്യും കൊടുത്ത് പടിയിലേക്ക് ഇരുന്നു പോയി. കാർത്തികിനും നിർമ്മലക്കും രേണുകയെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നറിയില്ലായിരുന്നു. ഓ, ഇപ്പോൾ ശത്രുതയും തീർക്കാൻ വന്നിരിക്കുന്നു അവൻ. ഇതാ ഈ ഭൂമിയുടെ പേരിലുള്ള വഴക്കാണ് എൻ്റെ ജീവിതത്തിലെ നല്ല കാലം കളഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ ശത്രുത തീർക്കാൻ വന്നിരിക്കുന്നു അവർ. അച്ഛാ, 2 ആൺമക്കൾ ഉണ്ടായിട്ടെന്താ? ഒരുവൻ അവിടുത്തെ പെണ്ണിനെയും വിളിച്ചിറക്കി വന്നു. മറ്റൊരുവൻ്റെ മകൾ ആദ്യം ശത്രു കുടുംബത്തിലേക്ക് ഒളിച്ചോടി. ഇപ്പോൾ കല്യാണവും ആലോചിച്ച് വന്നിരിക്കുന്നു അവിടെ തന്നെ. അച്ഛൻ്റെ അഭിമാനം കാത്തത് ഞാൻ മാത്രമാണ്. അച്ഛൻ്റെ എല്ലാ സ്വത്തിലും ഇനി എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. എൻ്റെ നല്ല കാലം മുഴുവൻ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി തീരെഴുതിയില്ലേ? കൗസല്യ പറയുന്നതിനോടൊപ്പം തൻ്റെ നിറഞ്ഞു വരുന്ന കണ്ണുനീർ ദേഷ്യത്തിൽ തുടച്ച് നീക്കുന്നുമുണ്ട്. അവർക്ക് നഷ്ടബോധമാണ്. പ്രായം ആകുന്തോറും ഒറ്റപ്പെടലിൻ്റെ അസ്വസ്ഥതയും. രേണുക കണ്ണുകൾ ഇറുകെ അടച്ചുപോയി. മറന്നുകളയാൻ ശ്രമിക്കുന്നതെല്ലാം അവർ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തെറ്റ് ദുർഗ മാത്രമല്ല രേണു, നീയും ഇതിന് ഉത്തരവാദിയാണ്. കൃഷ്ണൻ രേണുകയെ ഒന്ന് നോക്കി നിർമ്മലക്കടുത്തേക്ക് നടന്നു. നീയും? അയാൾ അവളെ നോക്കി പറഞ്ഞ് ചേച്ചിയുടെ അടുത്തേക്ക് നടന്നു. ചേച്ചി, ഈ കുടുംബത്തിന് വേണ്ടി ചെയ്ത എല്ലാം ചേച്ചിയുടെ നല്ല മനസ്സ്. അയാൾ അവരുടെ തലയിലൊന്ന് തലോടി. ദുർഗ മരിച്ചു കഴിഞ്ഞു. അവളുടെ ശവം പോലും കാണാൻ ഇവിടെ നിന്നും ആരും പോകരുത്. അത് എല്ലാവരുടെയും ഓർമ്മയിലിരിക്കട്ടെ. കൃഷ്ണൻ അതും പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റുപോയി. കാശി, കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. രക്തം നിൽക്കുന്നില്ല. കാശിയുടെ കാറിൻ്റെ ബാക്കിൽ അമ്മയ്ക്ക് മടിയിൽ കിടക്കുകയാണ് ദുർഗ. അവളുടെ നെറ്റിയിൽ നിന്ന് രക്തം കൊണ്ട് അവരുടെ സാരി നനയാൻ തുടങ്ങിയിരുന്നു. കൃഷ്ണൻ അവളെ വലിച്ചിട്ടപ്പോൾ ടേബിൾ കോർണറിൽ മുട്ടിയതാണ് നെറ്റിത്തടം. കാശി ഡ്രൈവറെ ഒന്ന് നോക്കി. കാർ ഒരു വലിയ ഹോസ്പിറ്റൽ മുന്നിൽ ചെന്ന് നിന്നു. ഹോസ്പിറ്റലിൽ നിന്ന് മുറിവ് ഡ്രസ് ചെയ്ത് അവർ മൂവരും ഇറങ്ങി. ദുർഗ കാശിയെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. എന്നാൽ കാശിയുടെ കണ്ണുകൾ അവളിൽ തന്നെയാണ്. ഈ സമയം മഹാദേവനും മക്കളും ഡോക്ടർ നാസറിനുള്ള മരണക്കെണി ഒരുക്കുകയാണ്.
വടക്കേടത്ത് ശത്രുത ഒഴിവാക്കി ബന്ധം പുതുക്കാനുള്ള കാശിയുടെ യാത്ര ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അച്ഛാ? കാശി എന്തൊക്കെയോ തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ടതാണ്. ഇനി മുന്നോട്ടുള്ളത് ചിന്തിച്ച് പ്രവർത്തിക്കണം. രൂപേഷിനും ഭയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ആ ഡോക്ടർ അവനെ ആദ്യം തട്ടണം. മഹാദേവൻ പറഞ്ഞുകൊണ്ട് ഒരു ഫോൺ നമ്പർ സെലക്ട് ചെയ്തു. അതിലേക്ക് കോൾ പോയി. ഡോക്ടർ നാസറിൻ്റെ ജീവൻ എടുക്കാനുള്ള കൊട്ടേഷനായിരുന്നു അത്. അയാളുടെ നമ്പറിലേക്ക് ഡോക്ടർ നാസറിൻ്റെ ഫോട്ടോ ഷെയർ ചെയ്തു. മഹാദേവൻ ചെയറിലേക്ക് ചാരിക്കിടന്നു. ദുർഗയെ കാശിയുടെ വീട്ടിലേക്കാണ് കൊണ്ടുവന്നത്. സുനന്ദ അവളെയും കൊണ്ട് ഗസ്റ്റ് റൂമിലേക്ക് പോയി. മോളെ ശരണ്യ, അപ്പച്ചിയുടെ കുട്ടി ഒരു ധാവണി കൊണ്ടുവന്നേ. ദുർഗമോളൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. പ്രവീണയുടെയും കാർത്തൂൻ്റെയും കൂടെ റൂമിലേക്ക് വന്ന ശരണ്യയെ നോക്കി സുനന്ദ ചോദിച്ചത്. ദുർഗയും ശരണ്യയും ഏകദേശം ഒരേ പ്രായമാണ്. അവളുടെ ബ്ലൗസ് ആകും ദുർഗയ്ക്ക് പാകമാവുക എന്ന് തോന്നിയാണ് സുനന്ദ ചോദിച്ചതും. ഇപ്പോൾ കൊണ്ടുവരാം അപ്പച്ചി. ശരണ്യ ഉത്സാഹത്തോടെ തൻ്റെ റൂമിലേക്ക് നടന്നു. മോളെ ഒന്ന് ഫ്രഷായി വരൂ. കാർത്തു, കുട്ടിയെ ഒന്ന് സഹായിക്കോ. തലചുറ്റോ മറ്റോ ഉണ്ടാകും. പ്രവീണയ്ക്ക് പിന്നെ അതിലൊന്നും താല്പര്യമുണ്ടാവില്ല എന്നറിയുന്ന സുനന്ദ കാർത്തുവിനോടായാണ് പറഞ്ഞത്. എന്നാൽ പ്രവീണയാണ് മുന്നിലേക്ക് വന്നത്. ഞാൻ നോക്കിക്കൊള്ളാം അപ്പച്ചി. കാർത്തുവിന് തനിച്ച് പറ്റുന്നുണ്ടാവില്ല. ആ, അങ്ങനെ ചെയ്യൂ. ഞാനൊന്ന് അടുക്കളയിൽ ചെല്ലട്ടെ. മോൾക്ക് മരുന്ന് കഴിക്കാനുള്ളതല്ലേ, കുറച്ച് കഞ്ഞി ഉണ്ടാക്കട്ടെ. അവർ അതും പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. കാശി റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അവൻ വിചാരിച്ച പോലെ ആയില്ല കാര്യങ്ങൾ. അതിൻ്റെ ഒരു ടെൻഷനുണ്ട് അവൻക്ക്. അവൻ ബാത്ത് ടവലും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. ഷവറിൻ്റെ ചുവട്ടിൽ അങ്ങനെ നിന്നു. തണുത്ത വെള്ളം തലയിലൂടെ ഒഴുകിയിറങ്ങിയിട്ടും അവൻ്റെ ഉള്ളിലെ പുകച്ചിൽ അടങ്ങുന്നില്ല. അവൻ മുഷ്ടികൾ ചുരുട്ടി ബാത്റൂം ടൈലിൽ അമർന്നു നിന്നു. രാവിലത്തെ സംഭവം അത് അവനെ വല്ലാതെ അലട്ടുന്നുണ്ട്. തൻ്റെ പെണ്ണിനെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ പിടിച്ചെറിഞ്ഞ കൃഷ്ണൻ്റെ പ്രവൃത്തി ഓർക്കുന്തോറും അവന് സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെ. ഒരിക്കൽ സ്വന്തം മകൾക്ക് വിഷം നൽകിയ അച്ഛൻ ഇന്ന് ആ സ്വന്തം മകളെ തന്നെ പട്ടിയെ തല്ലും പോലെ തല്ലി ആട്ടിയിറക്കിയ അയാളോടുള്ള ദേഷ്യം ഇരട്ടിക്കുന്നതായി തോന്നി അവന്. തന്നെ പെണ്ണിൻ്റെ ശരീരത്തിൽ ഒരു സൂചി കയറുന്നത് പോലും സഹിക്കാത്ത അവന് ഇന്ന് നടന്നത് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്തതായിരുന്നു. മതി, എൻ്റെ പെണ്ണിനോടുള്ള അയാളുടെ അധികാരം മതി. എൻ്റെ പെണ്ണിൽ എനിക്ക് പൂർണ്ണ അധികാരം നേടണം. അത് എങ്ങനെയെങ്കിലും നേടിയെടുക്കണം. കാശി ചിന്തയോടെ തന്നെ കുളിച്ചിറങ്ങി. ബ്ലാക്ക് ട്രാക്ക് പാൻസും ആഷ് കളർ ടീഷർട്ടും ധരിച്ച് ദുർഗ കിടത്തിയ റൂമിലേക്ക് നടന്നു. അല്പം ചാരിക്കിടന്ന റൂം അവൻ മെല്ലെ തുറന്നു. ബെഡിൽ മയക്കത്തിലാണ് ദുർഗ. റൂമിൽ ആരും തന്നെയില്ല. റോസ് നിറത്തിലുള്ള കംഫർട്ടിൻ്റെ ഉള്ളിൽ ചന്ദനത്തിൻ്റെ നിറമുള്ള തൻ്റെ പെണ്ണിൻ്റെ മുഖം മാത്രമേ പുറത്തേക്ക് കാണുന്നുള്ളൂ. മുഖം അല്പം ചെരിച്ചാണ് കിടക്കുന്നത്. നെറ്റിയിൽ വെളുത്ത ബാൻഡേജ് ഉണ്ട്. അതിൽ മരുന്നിൻ്റെ നേർത്ത മഞ്ഞ നിറവും. നേർത്ത ചുണ്ട് തടിച്ച് വീർത്തിട്ടുണ്ട്. കാശിമെല്ലെ അവളുടെ അടുത്തേക്ക് നടന്നു. തലയിൽ തലോടാൻ കൈ ഉയർത്തിയപ്പോഴാണ് സുനന്ദ കയറി വരുന്നത്. അവൻ അമ്മയെ ഒന്ന് നോക്കി. ഒന്ന് മേല് കഴുകിച്ചു. പ്രവീണയും കാർത്തും കൂടി. തീരെ തളർന്നിരുന്നു മോള്. ശരണ്യ മോളുടെ ഡ്രസ്സ് ഉടുപ്പിച്ച് കഞ്ഞിയും മരുന്നും കൊടുത്തു. മരുന്നിൻ്റെ മയക്കത്തിലാണ്. സുനന്ദ കാശി ചോദിക്കാൻ നിൽക്കുന്നതിന് മുന്നേ കാര്യങ്ങളെല്ലാം വിവരിച്ചു. ആ അമ്മക്കറിയാം ഈ കിടക്കുന്നവൾ അവൻക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന്. അമ്മ, അവൾ ഓക്കെയാണോ? എന്തെങ്കിലും സംസാരിച്ചോ? ഇല്ല മോനെ, ഒരക്ഷരം വേണ്ടിയിട്ടില്ല. കഴിഞ്ഞു പോയതൊന്നും അത്ര നല്ല കാര്യമല്ലല്ലോ. അതൊക്കെ അതിൻ്റെ മനസ്സിനെ വല്ലാതെ തളർത്തി കാണും. നമ്മളും ചെയ്തത് ശരിയായില്ല മോനെ. ഇത്ര ധൃതി വേണ്ടായിരുന്നു. പരസ്പരം പറഞ്ഞ് രണ്ടും വീട്ടുകാരും ധാരണയിൽ വന്ന ശേഷം മതിയായിരുന്നു കല്യാണക്കാര്യം സംസാരിക്കാൻ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സുനന്ദ ആത്മഗതം പറഞ്ഞു. അമ്മ, അയാൾക്ക് തീരെ കണ്ണിച്ചോരയില്ല. സ്വന്തം കുഞ്ഞല്ലേ. തൻ്റെ ആവശ്യത്തിന് മാത്രം ഇത്ര വാശി എന്താ അയാൾക്ക്? മകളുടെ മനസ്സ് കൂടി കാണണ്ടേ? അച്ഛൻ്റെ അധികാരം വെച്ച് ഒരു പെൺകുട്ടിയാണെന്ന് കൂടി നോക്കാതെ വല്ല ചാക്കുകെട്ട് വലിച്ചെറിയും പോലെ എറിഞ്ഞ അയാളുടെ കയ്യെ വെട്ടിയെടുക്കാൻ ഈ കാശിക്കറിയാഞ്ഞിട്ടല്ല. അവൻ മയങ്ങിക്കിടക്കും ദുർഗയെ നോക്കിക്കൊണ്ട് പല്ല് ഞെരിച്ചുകൊണ്ട് പറയുകയാണ്. എനിക്ക് വേണം എൻ്റെ പെണ്ണിനെ. ഒരു ഭർത്താവിൻ്റെ അധികാരത്തോടെ എൻ്റെ പെണ്ണിനെ പൊതിഞ്ഞു പിടിക്കണം എനിക്ക്. അതിന് വേണ്ടത് ചെയ്യൂ അമ്മ. അമ്പലനടയിൽ വെച്ച് ഒരു താലികെട്ട്, പിന്നെ രജിസ്റ്റർ ഓഫീസിൽ മാരേജ് രജിസ്റ്റർ ചെയ്യണം. അത്രയും മതി. ആർഭാടമൊന്നും വേണ്ട. മോനെ, മോളുടെ തീരുമാനം കൂടി അറിയണ്ടേ? ഉണരട്ടെ, ഞാൻ സംസാരിക്കാം. കാശി അടുത്തുള്ള കസേര അവൾക്കരികിലേക്ക് നീക്കിയിട്ടു. സുനന്ദ ഇരുവരെയും നോക്കി റൂമിന് പുറത്തേക്ക് പോയി. എന്നാൽ ഈ സമയം വടക്കേടത്ത് വീട്ടിൽ ദുർഗയുടെ മുറിയിലേക്ക് കയറിയ കൃഷ്ണൻ അവളുടേതായ എല്ലാം വലിച്ചു കൂട്ടിയിട്ടിട്ടുണ്ട്, ഒരു പിടി ചാരമാക്കാനായിട്ട്. അകത്തു നിന്നുള്ള ശബ്ദം കേട്ടുകൊണ്ടാണ് കാർത്തി അങ്ങോട്ട് കയറി ചെന്നത്.
കുഞ്ഞുനാൾ മുതൽ കിട്ടിയ അവളുടെ ട്രോഫിയും സർട്ടിഫിക്കറ്റും ഡ്രസ്സുകളും എല്ലാം വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. കാർത്തി ഞെട്ടലോടെ അകത്തേക്കു കയറി. കത്തിക്കാനായി ഒരുങ്ങി നിൽക്കുന്ന അയാളെ പിടിച്ചു മാറ്റി. ഏട്ടന് ഭ്രാന്തായോ? ആ കൊച്ചു കഷ്ടപ്പെട്ട് നേടിയതെല്ലാം ഒരു പിടി ചാരമാക്കുകയാണോ? ഇത്രയും നീചനാകരുത്. ഏട്ടൻ പിന്നെ എന്ത് രീതിയിലാണ് ശത്രുത തീർക്കാൻ? അവൻ മാന്യമായി വന്നു. കാരണവന്മാർ പിടിച്ചെടുത്ത ഭൂമി അതിലും ഉയർച്ചയിലെത്തിച്ച് തിരിച്ചു തരാനുള്ള അവൻ്റെ മനസ്സ് കാണാതെ ഈഗോയും വെച്ച് പക തീർക്കാൻ നോക്കുന്ന ഏട്ടനോട് എനിക്ക് പുച്ഛം തോന്നുന്നു. ചേച്ചിയുടെ പകയും അതിലൂടെയുള്ള സംസാരവും കേട്ടിട്ട് ഇങ്ങനെ ചാടിത്തുള്ളിയിട്ട് ഏട്ടൻ എന്തു നേടി? വെള്ളിയാർ നിലത്തെ സദാശിവൻ കാരണവരായ ശിവശങ്കരനും മരിച്ചിട്ട് മണ്ണായി. എന്നിട്ടും തീരാത്ത ചേച്ചിയുടെ പക. അതിലേക്ക് നല്ലത് ചൊല്ലിക്കൊടുക്കാതെ അവരുടെ താളത്തിന് തുള്ളിയിട്ട് ഇത്രയും കാലം ഏട്ടനും അച്ഛനും എന്തു നേടി?